ഇരിട്ടി നഗരസഭയുടെയും കിഴൂർ ചാവശ്ശേരി കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഇക്കോ ഷോപ്പിൽ വെച്ച് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ ദേവദാസൻ മാസ്റ്റർക്ക് ഫലവൃക്ഷത്തൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ അഞ്ജു ഞാറ്റുവേല ചന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ കേരളത്തിന്റെ കൃഷിരീതി എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് പരമ്പരാഗത കൃഷിരീതി എന്ന് പറയുന്നത് ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അശ്വതി ഞാറ്റുവേല മുതൽ തിരുവാതിര ഞാറ്റുവേല അങ്ങനെ ഒരു 2.5 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കർഷകർ വിത്തുകൾ പാകുന്നതും കാർഷിക വിളകൾ നടുന്നതൊക്കെ തന്നെ. ഈ സമയങ്ങളിൽ നമ്മുടെ കർഷകർക്ക് നല്ല ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും പിന്നെ നടീൽ വസ്തുക്കൾ പിന്നെ ഉൽപാദന ഉപാധികളൊക്കെ തന്നെ ലഭ്യമാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത്. ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് EMS ഹാളിൽ വെച്ച് നടന്ന കർഷക സഭ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ അതൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്ത് പോകാൻ സാധിക്കുന്നതിലേക്ക് ആണ് ഇവിടെ ഈ കർഷക സഭ സംഘടിപ്പിച്ചു. ഏറ്റവും നല്ല കർഷകർ ഉൾപ്പെടെ ഇവിടെ NG കോളേജിൽ നിന്ന് സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത ദേവദാസൻ മാസ്റ്റർ ഇവിടെ അതിന്റെ തൈ വാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ധനിഷ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ RK ഷൈജു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ PV, ഇരിട്ടി നഗരസഭാ കൗൺസിലർ ജുമൈല ഫിറോസ്, കിഴൂർ ചാവശ്ശേരി കൃഷിഭവൻ ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ചു. കർഷക സഭയുടെ ഈ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതികളെക്കുറിച്ചും വകുപ്പ് തല പദ്ധതികളെക്കുറിച്ചും കൃഷി ഓഫീസർ വിശദീകരിച്ചു. കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും സംശയങ്ങളെയും സംബന്ധിച്ച ചർച്ച നടത്തുകയും ചെയ്തു. ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, ചെണ്ടുമല്ലി, വിവിധ ഇനങ്ങളിൽപ്പെട്ട വിത്തുകൾ, ജൈവ കീടനാശിനികൾ, കൃഷിക്കാവശ്യമായ വിവിധ തരം യന്ത്രങ്ങൾ എന്നിവ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ഇക്കോ ഷോപ്പിലും ബ്ലോക്ക് ഓഫീസിലും വെച്ച് വിൽപ്പന നടത്തിവരികയാണ്. സബ്സിഡി കിട്ടുകയാണെങ്കിൽ മുന്നോട്ട് വരും. പ്രൈം വിഷൻ ന്യൂസ് ഇരിട്ടി.